വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിന്റെ സംഭാഷണം ഉണ്ടായിരുന്നല്ലോ, അതന്നെയായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം. എല്ലാം കൂടി എന്റെ തഞ്ഞത്ത് കയറി എന്റെ ബാഗ് അതിനകത്തിരിക്കുന്നുണ്ട്. എന്തൊരു വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണ നേരത്തെ അപ്പൊ തുടങ്ങും നെഗറ്റീവ് അടിക്കല്, ഓരോ ഡയലോഗ്. നിങ്ങൾ വലിയ വർത്താനം പറയണ്ട. എന്റെ ലിപ്സ്റ്റിക് കയ്യിലിരിക്കണേ, ലിപ്സ്റ്റിക് ഇടണം. ലിപ്സ്റ്റിക് ഇട്ടിട്ട് അങ്ങോട്ട് പോകാനാണ്. എന്റെ അടുത്ത് ചൂടാവണേ. പിന്നെ നിന്നോട് ചൂടാവാതെ, നീ ഒരൊറ്റ ആള് കാരണമാണ്. ഇത് തുറക്കാൻ നോക്ക് നിങ്ങള്. മനുഷ്യൻ ആദ്യം വേണ്ടതേ സ്വൈരാണ്, അത് തന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തേലും പറ്റുന്നുള്ളത്. തുറക്ക്. എങ്ങനെ തുറക്കണ്? ഞാൻ വിരലിട്ട് തുറക്ക്. ഒന്ന് വേഗം വിളിച്ച് വരുത്ത്. ഇത് എന്ത് മെക്കാനിക്കാണ്? ഇത്ര വലിയൊരു ബിസിയുള്ള മെക്കാനിക്ക് എടുക്കണില്ല. എന്തെടുക്കണില്ല എന്നാ ഈ പറയണേ? ആളെവിടെ? കഷ്ടം. അവരിനാളാ വരുന്നുണ്ട്. എവിടെയായിരുന്നു? അല്ല, അവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇപ്പൊ തനിക്കൊന്ന് ഫോൺ എടുത്താൽ എന്താണ്? വരുമ്പോ ഇങ്ങനെ വണ്ടി വന്ന് ഫോൺ എടുക്കാൻ പറ്റും സാറേ. നിങ്ങളത് നോക്കിയത് എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? പറഞ്ഞു ലോക്കായി പോയല്ലേ. അപ്പൊ ചാവി വെക്കുമ്പോ സൂക്ഷിക്കണ്ടേ? താഴത് നോക്ക്, കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. തുറന്ന എങ്ങനെയെങ്കിലും സൂക്ഷിച്ചുണ്ടെങ്കിൽ പെടുവോ? ഓഹോ, ഇതിപ്പോ ശരിയാക്കി തരാം. താനിക്ക് കുതിരവട്ടം പപ്പ് കളിക്കാതെ ശരിയാക്കടോ. ധൃതി വെക്കല്ലേ സാറേ. പിന്നെ ധൃതി വെക്കാതെ കോമഡി ആക്കുക. ഞങ്ങക്ക് പോണേന്റെ ബാഗ് അതിനകത്ത് പെട്ടുണ്ട്, എടുക്കാൻ ഒരു കടിക്കല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. ഇതിന്റെ സമയം നിങ്ങളിപ്പോ ചാവി ഇടുമ്പോട് വെച്ചിട്ടല്ലേ ചാവി ഇട്ടത്. ഇപ്പൊ ശരി. താനാ കമ്പിന്റെ ഉള്ളിൽ കയറ്റിട്ട് പൊളിക്കോ അത്? എന്നിപ്പോ നിങ്ങൾ ചെയ്യും സാർ. അവിടെ പണിത്തരക്കടോ. നോക്ക് വേഗം. ഇങ്ങനെ കൽപ്പിക്കലൊക്കെ ഇഷ്ടമല്ല. ഞാൻ ടെറിഞ്ഞ് പോകുന്ന കാര്യം പറഞ്ഞുതരാം. തനിക്കൊന്ന് കണ്ടു തുറക്കടോ. കുപ്പപ്പട കോലും കൊണ്ടാ വന്നേക്കണേ താക്കോൽ എടുക്കാൻ. ഇത് തുറക്കത് മതിയെന്ന് അപ്പളേ പറഞ്ഞതാ. താൻ ഇത് ചെയ്യടോ. ചെവിയില കോലിടുന്നു. ഇത് നോക്കിയേ. എന്താ നിങ്ങളൊന്ന് കോലിട്ടേരി. ചേലക്കാണ്ട് തന്നെ കൊണ്ട് ആജ്ഞാപിക്കാൻ ഇഷ്ടമല്ല. കാര്യം പറഞ്ഞുതരട്ടോ. ഞാൻ ചെയ്താൽ ഞാൻ തെറി പോണത് തുറക്കാൻ. തനിക്കിത് ശരിക്കും അറിയോ വർക്കൊക്കെ? പണി പഠിപ്പിക്കണ്ട. ഇതൊക്കെ എന്തോരം കണ്ടതാ. അറിയങ്ങട് കേടന്നു വന്നില്ലല്ലോ ലോക്കിന്. ഒന്നും സംഭവിക്കൂല. പപ്പട കോല കിട്ടാ കുത്തിയേക്കണേ. അല്ല, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ നോക്കി ഇതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. എന്താ കൊടുത്തു പോയി വാക്ക്. എത്രയുണ്ട്? 500. സാധാരണ ഇങ്ങനെ വണ്ടി കുടിക്കാൻ 500 ഡേഞ്ചർ അവസ്ഥയിൽ എമർജൻസി സർവീസ് ആണല്ലോ. അപ്പൊ ഒരു 400 രൂപ കുഴപ്പമില്ല. 400 രൂപയോ? എന്നാ പിന്നെ സാറേ ഇങ്ങനെ എമർജൻസി സർവീസ് അല്ലേ സാറേ. പിസ്കത്തരം കാണിക്കേണ്ട പൈസ എടുക്കി. ഒരു 400. 5 മിനിറ്റ് കുത്തി ഇളക്കി തന്നെയാണോ? ഞാൻ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ 1/2 മിനിറ്റ് ഒന്ന് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എന്താ കൊടുക്കുക? 500-600 കൊടുക്കലില്ലേ? എടുക്കണ പണിക്കാണ് മൂല്യം, അല്ലാതെ സമയത്തിനല്ലേ. നടത്താൻ പറ്റുന്ന ബുദ്ധി വേണം. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പൈസ ഉണ്ടെങ്കിൽ തരും. 400 രൂപ തരാൻ പറ്റില്ല. 400 രൂപ നിങ്ങൾ വിളിക്കേണ്ട കാര്യം തന്നെ. ആ ചെക്കനെ വിളിച്ചതിനാണ്. അവിടെ 100 കൂട്ടം പണി വർഷാപ്പിലുണ്ട്. ഞാൻ ആ ചെക്കനോട് 400 രൂപ കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ വിളിച്ചോ? പണി എടുത്തില്ലല്ലോ. എന്റെ പൊന്ന് ഇങ്ങോട്ട് വർത്താനല്ലേ സൗകര്യം. നിങ്ങൾ പറയും. അല്ല, ഇത്ര നേരം 2 മിനിറ്റ് തുറന്നേനാ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാറുന്നില്ല. എന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യം. നിങ്ങൾക്ക് അറിയാം തന്നെ വിളിക്കേണ്ട കാര്യം. അതാ പറഞ്ഞ ആരുടെ ഓരോ പണിക്കാരനും ഓരോ മൂല്യമുണ്ട്. നമ്മുടെ സമയത്തിനാണ് മൂല്യം മൂല്യൊക്കെ ശരിയാണ്. 100 രൂപ 100 രൂപ നടപടിയാവില്ല. ആവില്ല. വാങ്ങിട്ട് പൊക്കോ. അതെ, തരാൻ പറ്റില്ല. 400 രൂപ 100 രൂപ കൂടുതലൊന്നും. 400 രൂപക്കൊന്നും ഒരു വിലയില്ല ഇവിടെ. ഞാൻ എന്തിനാ എന്നെ വിളിച്ചത്? ഞങ്ങളല്ല വിളിച്ചത്, ആ പയ്യനാ വിളിച്ചത്. നാളെ ടെസ്റ്റിന് പോകേണ്ട 2 വണ്ടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ആ കിട്ടറിട്ടപ്പി വന്നത്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അറിയില്ലെങ്കിൽ ഒരു ലോക്ക് തുറക്കാൻ എന്റെ ചങ്ങാതി മേടിച്ചിട്ട് പോവാൻ നോക്ക്. നടക്കൂല. ഞങ്ങൾക്ക് പോണെന്ന്. നടപടി കല്യാണത്തിന് അവിടെ നേരത്തിന് എത്തേണ്ടതാ. പോവാൻ നമുക്ക്. നിങ്ങൾ അങ്ങനെ വണ്ടി എടുത്ത് കാണണം. നിങ്ങൾ പോയി കാണല്ലോ. നിങ്ങൾ പോണത്
എന്റെ നാട്ടിൽ വന്നിട്ട് അവിടെ വണ്ടി കാടാൻ ഞാൻ വിളിച്ചു വരുത്തിട്ട് നിങ്ങൾ വണ്ടി എടുത്ത പോണൊക്കെ കണ്ടു. സുഹൃത്തെ 400 രൂപ എന്നൊക്കെ പറയണ അധികല്ലേ? ഒരധികവും ഇല്ല. നിങ്ങൾക്ക് ചെയ്യാറുന്നില്ല, എന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഒരു സഹോദരൻ ഞാൻ അങ്ങോട്ട് വർത്താനം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് വർത്താൻ പറഞ്ഞു നിങ്ങൾ വർത്താൻ വിളിക്കും. ഞങ്ങൾക്ക് ഇത് അറിയില്ലല്ലോ, അറിയിച്ചെങ്കിൽ ഞങ്ങൾ ചെയ്യില്ലേ? എന്റെ പൊന്ന് അതല്ലേ വിളിച്ചത്. ആ വിളിച്ച പയ്യൻ ഞങ്ങളോട് 400 ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ വിളിച്ചു, ആ ചെക്കനെ പല പണിക്കും വിളിക്കണ ചെക്കനാണ്, എനിക്കറിയാം. അത് 400 ഒന്നും ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. അല്ല നിങ്ങൾ പൈസ തരേണ്ടി തരി. കൂടുതലും തരാൻ പറ്റില്ല. താനേ കൂടുതൽ വർത്താൻ പറയാം. 100 എന്താണ് നിങ്ങൾ ഇയാളെ മെക്കറ്റേറെ എന്റെ മെക്കറ്റേറെ വരണ്ട കാര്യം പറഞ്ഞത് അതങ്ങനെ എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലാക്കാളെ നടക്കൂല. 100 നടക്കൂലെന്ന്. ഇത് വെച്ചാ മതി, ഇത് വെച്ചാ മതി. ഇതൊക്കെ ഇന്നെ ഇവിടുന്ന് ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് വന്നെ വിളിച്ചു വരുത്തിയാണ് വരും. എന്നിട്ട് നോക്കി, എന്നിട്ട് ഇവര് വണ്ടിനകത്ത് കാറ് ലോക്കിനകത്ത് കുടുങ്ങിപ്പോയി, ചാവിയനകത്ത് കുടുങ്ങി. ഞാൻ 100 കൂട്ടം പണിട്ടെറിഞ്ഞ് വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം മുപ്പര് പറയാ ഞാൻ 500 ഞാൻ സാധാരണ വാങ്ങല്. ഞാൻ 100 രൂപ കുറച്ചു. ചേട്ടാ 500 പണി ചെയ്തിട്ടില്ല. ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കട്ടെ. അല്ല, ഒന്നാമത് താനാരത്തിൽ ഇടപെടാൻ. അല്ല ഞാൻ ശരി ഒരു തർക്കം നടക്കുമ്പോ അല്ല ഇന്നറിയുന്ന നാട്ടുകാരെ വിളിച്ചിട്ട് 400 പറ്റിച്ചു പോവാന്ന് കരുതണ്ട. 400 റുപ്യ ഒന്നും കൊടുക്കാൻ പറ്റില്ല. 100 റുപ്യ കൊടുക്കും. ഡോറിന്റെ ലോക്ക് ശരിയാക്കിയാണ്. എടാ കുട്ടി ഇങ്ങോട്ട് വണ്ടിക്ക് എണ്ണ അടിച്ചാൽ 100 രൂപ എണ്ണ അടിച്ചാൽ വന്നിക്കണം. 10 കിലോമീറ്ററിന് അപ്പുറത്തല്ലോ വരുന്നത്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ആകെ ഒരു മിനിറ്റ് പണി ചെയ്തിട്ടുള്ളൂ. പണിയില്ല. സാധാരണ ഒരു ലോക്കൊക്കെ തുറന്നു കൊടുത്ത് അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ ചില ആൾക്കാർ 1000 തരാറുണ്ട്, ചില ആൾക്കാർ 1000. അതെ, നാട്ടുകാരെ വെച്ചിട്ട് അത് ശുപാർശ ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കാം. 100 റുപ്യ കൊടുക്കും. സന്തോഷം കൊണ്ട് കൂടുതൽ കൂടുതൽ വർത്താനം പറയണ്ട. ഞങ്ങൾക്ക് കല്യാണത്തിന് പോവാളതാ. ഒന്ന് വേഗം പറഞ്ഞേക്കോ. ഞാനിപ്പോ വന്ന് ചെയ്ത് പോയേ. നിങ്ങളെ ഇങ്ങോട്ട് വന്നേ, അവനോട് ഞാൻ പറഞ്ഞു. അതെ, 100 റുപ്യ പറ്റിക്കാന്നുള്ള ഉദ്ദേശം നടക്കൂല. ആ കാരണം നാട്ടിൽ പോയി കളിച്ചാൽ ഒരു എമർജൻസി സർവീസ് കളിക്കുന്നുണ്ടാണ് ഇവര് രണ്ടാൾ കൂടി നിങ്ങൾ വേഗം സംസാരിച്ച് തീരുമാനാക്കിട്ട് വായോ. ഇവിടുന്ന് വേഗം പോയാ മതിയാ. കല്യാണത്തിന് എത്ര നേരം ഈ ഒന്നും മിണ്ടാതിരുന്നേത്. കല്യാണം കളിയാട്ടം പിന്നെ ആരുടെ മേക്കട്ട ഞാൻ കയറണ്ട്. നിങ്ങൾ അതിനുള്ളിലല്ലേ വെച്ചേ. നിന്റെ വർത്താനം കൊണ്ടാണ് ഞാൻ മറന്നുപോയത് ലോക്കയില്. ഇങ്ങോട്ട് കയറി. അതെ അതായത് നമ്മളിപ്പോ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കുടുങ്ങിയ ഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യം ഈ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ 500 രൂപ മിനിമം കൊടുക്കും. അത് സന്തോഷത്തിൽ കൊടുക്കണ്ട. വേണ്ടാ അപ്പൊ ഞാൻ പോട്ടെന്നാ. അയാള് കൂലിയും വാങ്ങണ്ട, കൊടുക്കേണ്ട കാര്യമില്ല. ആ 100 തുറക്ക്. മാറി അപ്പുറത്തേക്ക് ചെല്ല്. ഇത് ലോക്കായി. ഇത് ലോക്കാണല്ലോ. അയ്യോ അയ്യോ, അയാൾ പിന്നെയും ലോക്കാക്കിട്ട് പോയോ? എന്റെ ബാഗ് വീണ്ടും. അയ്യോ, കാശ് കൊടുക്കായിരുന്നില്ലേ 400? നീയല്ലേ പറഞ്ഞ് 400 കൊടുക്കണ്ട. എന്റെ ബാഗ് വീട്ടിലെത്തി കിട്ടണ്ടേ? ആ ചങ്ങാതിക്ക് 400 കൊടുത്താ മതിയായിരുന്നു. അപ്പൊ നീയാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിന്നിരുന്നു കൊടുക്കണ്ടാന്ന്. അത് കൊടുത്താ മതിയായിരുന്നു. എന്റെ ബാഗും ലിപ്സ്റ്റിക്കും